ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് JFET കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ സോഴ്സ് ഫോളോവറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, JFET കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ ഓർ സോഴ്സ് ഫോളോവർ. എന്തുകൊണ്ടാണ് സോഴ്സ് ഫോളോവർ എന്ന് പറയുന്നതെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം പഠിക്കണം. അതിൻ്റെ ഒരു ജനറൽ ഡയഗ്രാം ഉണ്ട്. സർക്യൂട്ട് ഡയഗ്രത്തിന് നമ്മളൊരു ജനറൽ ഡയഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അത് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും പഠിക്കണം. ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, JFET കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ആദ്യം നമ്മളെല്ലാത്തിലും പോലെ തന്നെ ഒരു ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യും, VI. ദെൻ ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട്, ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ഇത് നേരെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് JFETൻ്റെ ഗേറ്റ് ടെർമിനലുമായിട്ടാണ്. JFETൻ്റെ ഗേറ്റ് ടെർമിനലുമായിട്ടാണ് നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ JFETൻ്റെ ഡ്രെയിൻ ടെർമിനൽ, ഇതിൻ്റെ സോഴ്സ് ടെർമിനൽ. നമ്മളിവിടെ ഒരു N ചാനൽ JFET ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആരോമാർക്ക് ഇങ്ങനെ ആണ്. ദെൻ സോഴ്സ് ടെർമിനൽ. ഈ സോഴ്സ് ടെർമിനലിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, V ഔട്ട് എടുക്കുന്നത്. സോഴ്സ് ടെർമിനലിൽ നിന്നൊരു റെസിസ്റ്റർ ഉണ്ട്, RS. ഇനി ഇവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡിങ് സർക്യൂട്ട് ഉണ്ട്, അതായത് R1 R2. ഈ R1നെ R2നെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡേഴ്സ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ, അതായത് ഡ്രെയിൻ ടെർമിനൽ നമ്മൾ VDD ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഈ ഡ്രെയിൻ ടെർമിനലിനെ VDD ആക്കി കണക്ട് ചെയ്തിരിക്കും. ഈ ടെർമിനൽസ് എല്ലാം നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. ഇത്രയാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇതൊരു സീരീസ് റെസിസ്റ്റർ, ഇതൊരു കപ്ലിംഗ് കപ്പാസിറ്റർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒരു ഇൻപുട്ട് ഉണ്ട്, ഒരു സീരീസ് റെസിസ്റ്റർ, കപ്ലിംഗ് കപ്പാസിറ്റർ, JFET ഗേറ്റ് ടെർമിനലുമായിട്ടാണ് കപ്ലിംഗ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഡ്രെയിൻ ടെർമിനൽ VDD ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോഴ്സ് ടെർമിനൽ ഇതിൽ നമ്മൾ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് ഗേറ്റ് ആൻഡ് സോഴ്സ് ആയിട്ട്, ഗേറ്റിനും സോഴ്സിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നമ്മൾ ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗേറ്റിനും സോഴ്സിനും ബിറ്റ്വീൻ ആയിട്ടാണ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡ്രെയിൻ ടെർമിനൽ എന്ന് പറയുന്നത് നമ്മൾ VDD ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഡ്രെയിൻ ടെർമിനൽ VDD ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോഴ്സ് ടെർമിനലിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സോഴ്സ് ഫോളോവർ എന്ന് പറയുന്നത്. സോഴ്സ് ടെർമിനലിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, അതുകൊണ്ട് ഇതിനെ സോഴ്സ് ഫോളോവർ എന്ന് പറയും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ, ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഫേസ് ഷിഫ്റ്റ് 180, അതായത് ഒരു തരത്തിലുള്ള ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവത്തില്ല. 180 ഡിഗ്രിയുടെ ഒന്നിൻ്റെയും ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവത്തില്ല. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഫേസ് ഷിഫ്റ്റുകൾ ഒന്നും തന്നെ കാണത്തില്ല. അതുകൊണ്ട് നമ്മളിതിനെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ സർക്യൂട്ട് എന്നും പറയാറുണ്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഫേസ് ഷിഫ്റ്റ് ഒന്നും കാണത്തില്ല. ദെൻ ഇതിൻ്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും. അതും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ലെസ് ദാൻ യൂണിറ്റി ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വാല്യൂ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കറണ്ട് ഗെയിൻ, ലാർജ് കറണ്ട് ഗെയിൻ ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻസിനകത്ത് എഴുതേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇൻപുട്ട് സൈഡിൽ ഗേറ്റിനും സോഴ്സിനും ഇൻ ബിറ്റ്വീനാണ് ഇൻപുട്ട് സൈഡ് കൊടുത്തിരിക്കുന്നത്. ഡ്രെയിൻ VDD ആയിട്ട് കണക്ട് ചെയ്തിരിക്കും. ദെൻ സോഴ്സ് ടെർമിനലിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ സോഴ്സ് ഫോളോവർ എന്ന് പറയുന്നത്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഫേസ് ഷിഫ്റ്റ് ഒന്നും കാണത്തില്ല, അതുകൊണ്ട് തന്നെ ഇത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതുപോലെ തന്നെ വോൾട്ടേജ് ഗെയിൻ ലെസ് ദാൻ 1 ആയിരിക്കും, ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, കറണ്ട് ഗെയിൻ കൂടുതലായിരിക്കും. ഇനി നമ്മളിതിൻ്റെ ഒരു AC ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഈ സർക്യൂട്ടിൻ്റെ ഒരു AC ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ്. സ്മോൾ സിഗ്നൽ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു AC ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ പോവാണ്. ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ VI അതുപോലെ ഉണ്ടാവും. VI നമ്മൾ വരച്ചു.
ദെൻ ആ സീരീസ് റെസിസ്റ്റർ. അതിന് മുമ്പിട്ട് നമ്മൾ ഈ AC ഈക്വലൻറ്റ് സർക്യൂട്ട് ഇറങ്ങുമ്പോൾ നമ്മളിവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആ കപ്ലിംഗ് കപ്പാസിറ്ററിനെ നമ്മളങ്ങ് ഷോർട്ട് ചെയ്യും. കപ്ലിംഗ് കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം VDD റിമൂവ് ചെയ്യണം. കപ്ലിംഗ് കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യണം, ദെൻ VDD റിമൂവ് ചെയ്യണം. ഒരു VI ഉണ്ട്, ഒരു സീരീസ് റെസിസ്റ്റർ RS കൊടുത്തിരിക്കും. ദെൻ കപ്ലിംഗ് കപ്പാസിറ്റർ ഇവിടെ ഷോർട്ടായി. ഇനിയുള്ളത് ഈ R1 R2 പാരലൽ കോമ്പിനേഷനാണ്. ഈ പാരലൽ കോമ്പിനേഷൻ അതേപോലെ തന്നെ ഇവിടെ പാരലായിട്ട് നിൽക്കും. R1 പാരലൽ R2 ഓർ RG എന്ന് പറയാം. പാരലൽ കോമ്പിനേഷൻ ഓഫ് R1 ആൻഡ് R2 ഓർ RG. ദെൻ ഈ ഗേറ്റ് ടെർമിനൽ ഇനി ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കും. ഈ JFETന് പകരമായിട്ട് നമ്മളിവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സും അതിന് സീരീസായിട്ടൊരു റെസിസ്റ്റർ R0 കൊടുക്കും. ഈ ടെർമിനലാണ് നമ്മളിവിടുത്തെ ഡ്രെയിൻ ടെർമിനൽ. ദെൻ ഇവിടെയാണ് സോഴ്സ് ടെർമിനൽ. സോഴ്സ് ടെർമിനലിനായിട്ടൊരു റെസിസ്റ്റർ ഉണ്ട്. ഇതെല്ലാം നമ്മളിനി ഗ്രൗണ്ട് ചെയ്യും. ഡ്രെയിൻ ടെർമിനൽ ഇവിടെ ഗ്രൗണ്ട് ചെയ്തു. ഇതിന് അക്രോസാണ് നമ്മൾ Vout എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ ഡയഗ്രാം. കപ്ലിംഗ് കപ്പാസിറ്ററിനെ ഷോർട്ട് ചെയ്തു, VDD റിമൂവ് ചെയ്തു, ബാക്കി പാരലൽ കോമ്പിനേഷൻ ഇവിടെ ഒറ്റ റെസിസ്റ്ററാക്കി, RG എന്നുള്ള റെസിസ്റ്ററാക്കി. സോഴ്സ് ആയിട്ടുള്ളൊരു റെസിസ്റ്റർ RS ഉണ്ട്. ദെൻ JFETന് പകരം നമ്മൾ ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സും ഒരു സീരീസ് ആയിട്ടൊരു റെസിസ്റ്റർ R0 കൊടുത്തു. ഡ്രെയിൻ ടെർമിനൽ ഇവിടെ ഗ്രൗണ്ട് ചെയ്തു. ഇനി നമ്മളിതിനെ ഒരു സിംഗിൾ കോമൺ പോയിന്റിൽ ഗ്രൗണ്ട് ചെയ്യാൻ പോവാണ്. എല്ലാ എലമെൻസിനെയും ഒരു സിംഗിൾ കോമൺ പോയിന്റിൽ ഗ്രൗണ്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് VI ഉണ്ട്, ഇൻപുട്ടുണ്ട്. RS സീരീസ് റെസിസ്റ്റർ RS ഉണ്ട്. R1 R2 പാരലൽ കോമ്പിനേഷൻ RG ഉണ്ട്. ദെൻ ഗേറ്റ് ടെർമിനൽ ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ളൊരു വോൾട്ടേജ് നമുക്ക് VGS എന്ന് പറയാം. VGSൻ്റെ ഈ എൻഡ് പോസിറ്റീവ് ആയിരിക്കും, ഈ എൻഡ് നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഇവിടുന്ന് ഒരു കറണ്ട് സോഴ്സ്, ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് VGS ഇൻറ്റു GM. ദെൻ ഈ സീരീസ് റെസിസ്റ്റർ പാരലായിട്ട് R0 എന്ന് പറഞ്ഞ റെസിസ്റ്റർ, ഇതിന് അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ Vout എടുക്കുന്നത്. ഒരു സിംഗിൾ കോമൺ പോയിന്റിൽ ഇതിനെ ഗ്രൗണ്ട് ചെയ്തു. ഒരു സിംഗിൾ കോമൺ പോയിന്റിൽ ഗ്രൗണ്ട് ചെയ്തു. ഒരു ഇൻപുട്ട്, ഒരു സീരീസ് റെസിസ്റ്റർ, R1 പാരലൽ R2 കോമ്പിനേഷൻ, ദെൻ ഒരു ഗേറ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു, അതായത് VGS. ഇതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് VGS. ഈ എൻഡ് പോസിറ്റീവ് ആയിരിക്കും, എൻഡ് നെഗറ്റീവ് ആയിരിക്കും. കറണ്ട് സോഴ്സ് ഈ സീരീസ് റെസിസ്റ്റർ ഈ RS R0 പാരലായിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അനാലിസിസ് ചെയ്യാനുള്ള ജനറൽ ഡയഗ്രാം. ഓക്കെ, JFET കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് പഠിച്ചു, അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ, അതിൻ്റെ ജനറൽ ഡയഗ്രാം. ഇനി പഠിക്കാനുള്ളത് അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻപുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻപുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ RI = നമുക്ക് RG എന്ന് പറയാം. RG എന്താണെന്ന് അറിയാലോ, ഈ R1 R2ൻ്റെ പാരലൽ കോമ്പിനേഷനാണ് നമ്മൾ RG എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂസ് കിട്ടുമ്പോൾ അതിൻ്റെ പാരലൽ കോമ്പിനേഷൻ എടുക്കുന്ന ആ ഒരു റെസിസ്റ്റർ വാല്യൂ, അതാണ് RG. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RI = RG ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തത് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും AV = Vout/Vin ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഔട്ട്പുട്ട് വോൾട്ടേജും കണ്ടുപിടിക്കണം, ഇൻപുട്ട് വോൾട്ടേജും കണ്ടുപിടിക്കണം. Vout എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. ഈ ഒരു ജനറൽ ഡയഗ്രത്തിൽ ഈ ഒരു സെക്ഷനാണ് നമ്മൾ Vout ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് GM VGS ഇൻറ്റു ദാറ്റ് പാരലൽ കോമ്പിനേഷൻ ഓഫ് RS ആൻഡ് R0. Vout = GM VGS
into parallel combination of RS and R0. Vout is equal to GM VGS into parallel combination of RS and R0. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് VGS കാൽക്കുലേറ്റ് ചെയ്യാം ബൈ യൂസിങ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. Using voltage division rule, VGS is equal to 1 by GM by, അതായത് ഈ സർക്യൂട്ടിലെ ഈ VGS ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by GM ഡിവൈഡഡ് ബൈ ദ ഹോൾ റെസിസ്റ്റൻസ് 1 by GM പ്ലസ് R0 പാരലൽ R0 ഇൻറ്റു V ഇൻപുട്ട്. 1 by GM divided by 1 by GM plus RS parallel R0 into VI. ഇതാണ് അവിടുത്തെ VGS. വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. ഇനി ഈ VGSൻ്റെ വാല്യൂ ഈ വി ഔട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വി ഔട്ടും വി ഇനും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് VGS ഇൻ വി ഔട്ട്. വി ഔട്ട് എഴുതുക. വി ഔട്ട് ഇസ് ഈക്വൽ ടു GM ഇൻറ്റു ഈ ഒരു വാല്യൂ മൊത്തത്തിൽ എഴുതുക 1 by GM ഡിവൈഡഡ് ബൈ 1 by GM പ്ലസ് RS പാരലൽ R0 ഇൻറ്റു VI. ഇനി എന്തുണ്ട്? ഇവിടെ ഒരു RS പാരലൽ R0 ഉണ്ട്. നമുക്ക് വേണ്ടത് വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V0 ബൈ VI ആണ്. അപ്പോൾ ഈ VI റേഷ്യോ ആയിട്ട് എഴുതാം. V0 by VI is equal to GM into 1 by GM divided by 1 by GM plus RS parallel R0 into RS parallel R0. ഇവിടെ ഒരു ക്യാൻസലേഷൻ ഉണ്ട്. ഈ GMഉം ഈ GMഉം കട്ട് ചെയ്തു പോകും. രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ വോൾട്ടേജ് ഗെയിൻ വി ഔട്ട് ബൈ വി എൻ എന്നുള്ളത് വി ഔട്ട് ബൈ വി എൻ ഇസ് ഈക്വൽ ടു ഈ GMഉം ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ഇവിടെ 1 ഉണ്ട്. 1 by GM പ്ലസ് RS പാരലൽ R0 ഇൻറ്റു RS പാരലൽ R0. ഇത് ക്യാൻസൽ ചെയ്ത് കളയാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ ന്യൂമറേറ്ററി വരുത്തതേ ഉള്ളൂ. ദെൻ RS പാരലൽ R0 ഡിവൈഡഡ് ബൈ 1 by GM പ്ലസ് RS പാരലൽ R0. ഇതാണ് അവിടുത്തെ വോൾട്ടേജ് ഗെയിൻ വി ഔട്ട് ബൈ വി ഇൻ. RS പാരലൽ R0 ഡിവൈഡഡ് ബൈ 1 by GM പ്ലസ് RS പാരലൽ R0. ദെൻ ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അതിന് മുമ്പിട്ടായിട്ട് നമുക്ക് പറയാം ഈ 1 by GMൻ്റെ വാല്യൂ RS പാരലൽ R0 വളരെ ചെറുതാണെന്ന് പറയാം. അതായത് 1 by GM ഈസ് 2 ലെസ് ദാൻ RS പാരലൽ R0. നമുക്കപ്പോൾ 1 by GMൻ്റെ ഈ ഒരു ടേം അങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് കളയാമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? RS പാരലൽ R0 ഡിവൈഡഡ് ബൈ RS പാരലൽ R0 എന്ന് വരും. 1 by GM എന്നുള്ള ടേം നമ്മളങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു. കാരണം 1 by GM ഈസ് 2 ലെസ് ദാൻ RS പാരലൽ R0. സോ അവിടുത്തെ വോൾട്ടേജ് ഗെയിൻ AV എന്ന് പറയുന്നത് എങ്ങനെ വന്നു? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു യൂണിറ്റി. ഓക്കെ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു യൂണിറ്റി വന്നു. ഇനി അടുത്തത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് സൈഡിലെ റെസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by GM പ്ലസ് RS പാരലൽ R0. ഇതാണ് അവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഔട്ട്പുട്ട് സൈഡിൽ വരുന്ന റെസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു. അപ്പം JFET കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമായി അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, ദെൻ അതിൻ്റെ ജനറൽ ഒരു ഡയഗ്രാം. ഈ ജനറൽ ഡയഗ്രത്തിൽ നിന്ന് നമ്മളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഇൻപുട്ട് റെസിസ്റ്റൻസ്, വോൾട്ടേജ് ഗെയിൻ ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഇത്രയാണ് JFET കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ സർക്യൂട്ടിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്.